നിങ്ങളുടെ കൈവശം ഒരു വേൾഡ് ക്ലാസ് സ്പിന്നറുണ്ട്. 3 ഓവറിൽ അദ്ദേഹം 8 റൺസാണ് ആകെ വിട്ടു നൽകിയത്. എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനൊരു ഓഫ് സ്പിന്നർ ആയതുകൊണ്ട് 2 ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ ഞാൻ തന്നെ അങ്ങ് പന്തെടുത്ത് കളയാമെന്ന്. ജഡേജയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ? കളി തോറ്റത് എങ്ങനെയാണെന്ന് ചിന്തിച്ചോളൂ. എന്ത് മോശം ക്യാപ്റ്റൻസിയാണിത്. ജഡേജയെ ചിലപ്പോൾ എതിർ ബാറ്റർമാർ അതിർത്തി കടത്തിയേക്കാം. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ബോളർമാരിൽ ആദ്യം വിശ്വാസം അർപ്പിക്കണം. കൊൽക്കത്ത രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന് ശേഷം റിയാൻ പരാഗിനെതിരെ അശ്വിൻ തുറന്നടിച്ചു. വെറും 156 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്തയ്ക്ക് മുന്നിൽ ഉയർത്തിയത്. എന്നിട്ട് പോലും തുടക്കത്തിൽ കൊൽക്കത്തയ്ക്ക് കളി ജയിക്കാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് ആരാധകർക്ക് തോന്നിയത്. പവർ പ്ലേയിൽ അവർക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. 7ാം ഓവർ അവസാനിക്കുമ്പോൾ 52-4 എന്ന നിലയിലായിരുന്നു കൊൽക്കത്ത. 70-5 85-6 ഒക്കെ അത് മാറി. അവസാന 6 ഓവറിൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 69 റൺസാണ്. അപ്പോഴൊക്കെ കളി രാജസ്ഥാന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അവർ കളി കൈവിട്ടത്? റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിക്ക് അതിൽ വലിയ റോളുണ്ട്. മത്സരത്തിൽ എതിർ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രവീന്ദ്ര ജഡേജ. അങ്കരീഷ് രഘുവംശിയെയും റോമൻ പവലിനെയും അതിനോടകം അയാൾ കൂടാരം കയറ്റിയിട്ടുണ്ട്. ഒറ്റ ബൗണ്ടറി പോലും വഴങ്ങിയിട്ടില്ല താനും. 9ാം ഓവറിലും 11ാം ഓവറിലുമൊക്കെ ജഡേജ റിങ്കുവിനെതിരെ പന്തെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും റിങ്കുവിന് അയാളെ ഹിറ്റ് ചെയ്യാനായിട്ടില്ല. രമൺദീപ് സിംഗ് പുറത്തായതോടെ അനുകുൽ റോയ് ക്രീസിലെത്തി. ഇതോടെ റിയാൻ പരാഗ് പന്തെടുത്തു. തൊട്ടു മുമ്പുള്ള ഓവറിൽ രാജസ്ഥാൻ വഴങ്ങിയത് 3 റൺസാണെങ്കിൽ പരാഗിൻ്റെ ഓവറിൽ കിട്ടിയത് 10 റൺസ്. റിങ്കുവും അനുകുൽ റോയും പതിക ട്രാക്കിലായി തുടങ്ങി. എന്നാൽ ഒരു ഓവർ ബാക്കിയുണ്ടായിട്ട് പോലും പിന്നെ ജഡേജയ്ക്ക് പരാഗ് പന്ത് കൊടുത്തില്ല. അവസാന ഓവർ എറിയാൻ കൊടുത്തത് ബ്രിജേഷ് ശർമ്മയ്ക്കാണ്. ആ ഓവറിൽ 2 4ഉം 1 6ഉം വായിച്ച് റിങ്കു കളി ഫിനിഷ് ചെയ്തു. 7 ബോളർമാരെയാണ് ഇന്നലെ പരാഗ് മാറി മാറി പരീക്ഷിച്ചത്. 2 പേർ മാത്രമാണ് 4 ഓവർ കോട്ട പൂർത്തിയാക്കിയത്. 3 ഓവർ എറിഞ്ഞ ജഡേജയുടെ എക്കോണമി വെറും 2.66 ജഡേജയെപ്പോലെ ലോകോത്തര ബോളറെ വിശ്വാസത്തിൽ എടുക്കാത്തതാണ് രാജസ്ഥാന്റെ പരാജയ കാരണമായി പലരും മത്സരശേഷം ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ റിങ്കുവിൻ്റെ ഒരു ഈസി ക്യാച്ച് ബർഗർ വിട്ടുകളയുന്നുമുണ്ട്. റിങ്കുവിനെ എങ്ങാനും ജഡേജ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം പോലും അദ്ദേഹത്തെ തേടി എത്തിയേനെ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അശ്വിൻ. ബ്രിജേഷ് ശർമ്മയെപ്പോലെ IPL-ൽ പുതുമുഖമായ ഒരാൾക്ക് ഡെത്ത് ഓവറുകളിൽ 2 ഓവർ കൊടുത്തപ്പോൾ ഏറെ പരിചയസമ്പന്നനായ ജഡേജയ്ക്ക് 1 ഓവർ പോലും കൊടുക്കാതിരുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അശ്വിൻ. ലെഫ്റ്റ് ആം സ്പിന്നർമാർ ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ പന്തെറിയരുത് എന്ന് വല്ല നിയമമുണ്ടോ എന്ന് മത്സരശേഷം കൃഷ്ണമാചാരി ശ്രീകാന്ത് ചോദിച്ചു. അതിനുശേഷം നടന്ന പഞ്ചാബ് ലക്നൗ മത്സരത്തിനിടെ ഓഫ് സ്പിന്നറായ ഏഡൻ മാർക്രമിനെ പ്രിയാൻ ചാരിയും കൂപ്പർ കൊണോലിയും ചേർന്ന് 1 ഓവറിൽ 5 6 വായിച്ചത്. കഴിഞ്ഞ ദിവസം അഭിഷേകിനെയും ഹെഡിനെയും വീഴ്ത്താനായി ചെന്നൈ പവർ പ്ലേയിൽ കൊണ്ടുവന്ന മാറ്റ് ഷോട്ട് താനെറിഞ്ഞ 3ാം ഓവറിൽ അഭിഷേകിന്റെ കയ്യിൽ നിന്ന് കണക്കിന് തല്ലുവാങ്ങിക്കൂട്ടി. സോ ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ ഓഫ് സ്പിന്നർമാരെ അയക്കുക എന്ന തന്ത്രം എല്ലായ്പ്പോഴും വിജയിക്കണം എന്നില്ല. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ മിക്ക ടീമുകളും ഈ തന്ത്രം പയറ്റിയിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യക്ക് ടീം കോമ്പിനേഷൻ പോലും പൊളിക്കേണ്ടി വന്നു. സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിൽ കൊണ്ടുവന്നാണ് ഇന്ത്യ ആ ദൗർബല്യത്തെ മറികടന്നത്. ഇനി രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗിന്റെ ഫോം കൂടി ചർച്ചാ വിഷയമാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. IPL-ൽ ഈ സീസണിൽ കളിച്ച 6ൽ 4 മത്സരങ്ങളും ജയിച്ച രാജസ്ഥാൻ 8 പോയിന്റുമായി 3ാം സ്ഥാനത്ത് തന്നെയുണ്ട്. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ധ്രുവ് ജുറയിലുമൊക്കെ നൽകുന്ന തുടക്കത്തിൽ നിന്നാണ് രാജസ്ഥാൻ പല വിജയങ്ങളും സ്വന്തമാക്കിയത്. അതേസമയം ക്യാപ്റ്റൻ റിയാൻ പരാഗിൻ്റെ അവസ്ഥ എന്താണ്? 6 മത്സരം കഴിയുമ്പോൾ 61 റൺസാണ് പരാഗിൻ്റെ സമ്പാദ്യം. 20 ഹയസ്റ്റ് സ്കോർ, 122 സ്ട്രൈക്ക് റേറ്റ്, 12 ബാറ്റിംഗ് ആവറേജ്, 4 4ഉം 4 6ഉമാണ് ആകെ പായിച്ചത്. 2024 IPL-ൽ പരാഗിൻ്റെ ഏറ്റവും മികച്ച സീസൺ. 16 മത്സരങ്ങളിൽ നിന്ന് 573 റൺസായിരുന്നു ആ സീസണിൽ പരാഗിൻ്റെ സമ്പാദ്യം. പോയ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് അടിച്ചെടുത്തത് 393 റൺസ്. ഇക്കുറി ക്യാപ്റ്റൻസി ക്യാപ്പിൽ മോശം ഫോമിലാണ്. പരാഗിൻ്റെ കഴിവുകളിൽ സംശയമൊന്നുമില്ലെന്നും സമയമായാൽ രാജസ്ഥാൻ നായകൻ തിരിച്ചെത്തുമെന്നുമാണ് കൊൽക്കത്തക്കെതിരായ മത്സരത്തിന് ശേഷം രാജസ്ഥാൻ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ പറഞ്ഞു വെച്ചത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ്റെ ടോപ്പ് ഓർഡർ പൊളിയുന്ന സമയത്ത് മിഡിൽ ഓർഡറിലും വാലറ്റത്തുമൊക്കെയുള്ള അവരുടെ വീക്ക്നെസ്സുകൾ എക്സ്പോസർ ആവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനു മുമ്പ് റിയാൻ പരാഗും ഹെറ്റ്മയറുമൊക്കെ ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അനിവാര്യതയായിത്തീരും.